ആദായ നികുതി പരിധി ഉയർത്തി കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം. വാർഷിക വരുമാനം 12 ലക്ഷം വരെ ആദായ നികുതിയില്ല. മിഡിൽ ക്ലാസിനെ സഹായിക്കാൻ ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കണമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്താണ് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം. പുതിയ നികുതി സ്കീം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നേരത്തെ 10 ലക്ഷം രൂപ വരെയുള്ള ഇളവുകളായിരുന്നു സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചത്. അതിനെയും മറികടന്നുള്ള ജനപ്രിയ പ്രഖ്യാപനമാണ് ബജറ്റിലുണ്ടായത്. മധ്യവർഗത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. നിലവിൽ 7 ലക്ഷം വരെ ആയിരുന്നു ആദായ നികുതി പരിധി. കയ്യടിയോടെയാണ് സഭ ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണിത്. ആദായ നികുതി ഘടനയടക്കം ലഘൂകരിക്കുന്നുണ്ട്. നികുതിദായകരുടെ സൗകര്യം പരിഗണിച്ചായിരിക്കും ഇത്. ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ല എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വാടക വരുമാനത്തിലെ നികുതി വാർഷിക പരിധി 6 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച പുതിയ ബില്ല് കൊണ്ടുവരാം. പുതിയ ആദായ നികുതി നിയമം നികുതിദായകർക്ക് ഗുണകരമാണ്. നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കി. കൂടാതെ വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി 6 ലക്ഷമാക്കി ഉയർത്തി. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 1 ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.